നബിദിനത്തിന് പറ്റൂലാന്ന് തെളിവുണ്ടെന്നോ? ഹദീസുകളിൽ വ്യക്തമായ നെഹിയുണ്ട്. ഉസ്താദ് അങ്ങനെ ഹദീസ് ഇല്ലാന്ന് പറഞ്ഞ ഹദീസ് ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കും. ജന്മദിനാഘോഷത്തെ നിരാകരിച്ചുകൊണ്ട് നെഹി ചെയ്തുകൊണ്ട് ഹദീസ് ഉണ്ട്, വ്യക്തമായ ഹദീസ്. അതന്നെ, ജന്മദിനാഘോഷത്തിനെതിരെ ഹദീസ് ഉണ്ട്. ആഘോഷിക്കരുത്, ജന്മദിനം ആഘോഷിക്കരുത്, മുത്തുനബിയുടെ തന്നെ. അപ്പൊ മറ്റുള്ളവർക്ക് പിന്നെ പറയണ്ടല്ലോ. ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കൂന്നല്ലോ അതിന്റെ അർത്ഥം. അല്ല, ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിരിക്കാന്ന, സന്തോഷിക്കൂ. അത് ഖുർആനല്ലേ? ജന്മദിനം ആഘോഷിക്കുമ്പോ അതൊരു ബിദഅത്താണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എതിർത്തുകൊണ്ട് സന്തോഷിക്കൂ. അങ്ങനെ ജന്മദിനം ആഘോഷിക്കുക. അതിപ്പോ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ നബിദിനം. അങ്ങനെ അല്ല, അങ്ങനെ അർത്ഥം വരില്ല. അങ്ങനെ നബിദിനത്തെ അള്ളാഹുവിന്റെ നബിദിനോ അല്ല, ശരിയാവും. അല്ല, ഈ റഹ്മത്ത് ഫضല് എന്ന രണ്ടെണ്ണം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. റഹ്മത്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ യാതൊരു തർക്കവുമില്ല. ആ മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക. മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ ആ ഓരോന്നുമായും സന്തോഷിക്കുക. അതിൽ നബിദിനം ആയാലും സന്തോഷിക്കുക, അല്ലാതെ ആയാലും സന്തോഷിക്കുക. എതിർത്തുള്ള ഹദീസ് ഉസ്താദിന് വലിയ ഹദീസ് കേൾക്കാനുള്ള ബോധ്യമുണ്ട്. അപ്പോ ഫൽയഫ്റഹു എന്ന് പറഞ്ഞ ആ ഫറഹിന്റെ ഉമൂമിൽ നിന്ന് ജന്മദിന ആഘോഷത്തെ ഒഴിവാക്കണം. കാരണം ഹദീസിൽ നഹി വന്നിട്ടുണ്ട്. എന്താണ് ആ നഹിയുടെ? നഹി സ്വഹീഹ് മുസ്ലിമിന്റെ വ്യക്തമായ ഹദീസിൽ കാണാം. തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു ഫീഹി വുലിത്തു. അപ്പൊ എന്താ കാരണം? ഞാൻ ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആഘോഷിക്കണം എന്നല്ല, ആഘോഷത്തിന്റെ നിരാകരണമായ നോമ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ അൽ അംറു ബിശൈഇ നഹ്യുൻ അനിൽ ദിഹി. അപ്പൊ നോമ്പ് നോൽക്കൂ എന്നുള്ള കൽപ്പന അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുള്ള നഹിയാണ്. അപ്പോ ഒരിക്കലും നോമ്പും ആഘോഷവും ഒത്തുപോകില്ല. റബീഉൽ അവ്വൽ 12 അല്ല ഹദീസിലുള്ളത് അല്ലേ? ജന്മദിനം ആഘോഷിക്കരുത് എന്നാണ് ഹദീസിലുള്ളത്. റബീഉൽ അവ്വൽ 12 പറ്റി അല്ല ഹദീസിലുള്ളത്. നമ്മളങ്ങോട്ട് റബീഉൽ അവ്വൽ 12 എന്നുള്ള പരാമർശം ഹദീസിലില്ല. പിന്നുള്ളത് തിങ്കളാഴ്ചയെ കുറിച്ചുണ്ട്. അത് നബിദിനവുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. നബി ജനിച്ച ദിവസം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന നിലക്കാണല്ലോ. ഇവിടുത്തെ പ്രശ്നം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഇവിടെ കിട്ടി. ആഘോഷിക്കാൻ പാടില്ല എന്ന് കിട്ടിയത് നോമ്പ് നോൽക്കൂ എന്നുള്ള കൽപ്പന വന്നതുകൊണ്ട് എന്ന് പറഞ്ഞാല്. അപ്പൊ കാരണം നോമ്പ് നോറ്റ പിന്നെ എന്താ ആഘോഷം? ഫുഡ് അടിക്കാതെ എന്താ ആഘോഷം? അതാണ് ഈ വഹാബിസം. ഇവിടെയാണ് അതിന്റെ പ്രശ്നം. ഫുഡ് ഇങ്ങോട്ട് വന്നില്ലേ ഇവർക്കിങ്ങനെ ആഘോഷം ആവൂല. അതൊരു പോയിന്റാ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആബിദീങ്ങൾ അല്ല, അവിടെയാണ് വിഷയം കിടക്കുന്നത്. അതാണ്. എന്നിട്ട് നമ്മളെ മേത്ത് കിടും വിഷയം. അതാണ് അതിന്റെ പോയിന്റ്. ഫുഡില്ലെങ്കിൽ പിന്നെ, അതായത് നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കാൻ പറയലല്ലേ? ഭക്ഷണം കഴിക്കാതെ പിന്നെന്താ ആഘോഷം? അപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള മാത്രമാണ് എന്നർത്ഥം. അപ്പോൾ 24 മണിക്കൂറും ഒരാൾ സന്തോഷിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു കടലെങ്കിലും വേണ്ടി വരും. കാരണം സന്തോഷിക്കണം, അപ്പം തൊള്ളക്കിടണം. കാരണം അങ്ങനെയുള്ള എന്തൊരു മസലായി പോയി. സന്തോഷം ഭക്ഷണം ഇല്ലെങ്കിൽ ഇല്ല. അപ്പം സന്തോഷം, ഒരു കുട്ടീനെ കാണുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് സന്തോഷിക്കട്ടെ, അങ്ങനെയാണോ? അല്ല, അങ്ങനെ അല്ലല്ലോ. സന്തോഷിക്കണമെങ്കിൽ എന്താ ഈ പറഞ്ഞു? വിശന്നാൽ ഭക്ഷണം കഴിക്കണം, സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഉറപ്പല്ലേ? അല്ല, സന്തോഷം വിശപ്പുള്ള ഞാൻ ചോദിക്കണതല്ല. സന്തോഷം ഇതിനെതിരാന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നോമ്പ് സന്തോഷ പ്രകടനത്തിന്റെ എതിരല്ലേ എന്ന് പറഞ്ഞാൽ? കാരണം നോമ്പാണെങ്കിൽ പിന്നെ എങ്ങനെ സന്തോഷിക്കും? ഭക്ഷണം വിശന്ന് കൊണ്ട് സന്തോഷ പ്രകടനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് നോമ്പ് കൊണ്ടുള്ള കൽപ്പന ആഘോഷത്തെ കൊണ്ടുള്ള. പെരുന്നാളിന് നമ്മള് ആഘോഷമാണ്. ഫുഡ് നോമ്പ് അത് ഫുഡല്ലേ, കാര്യമായിട്ട് ഫുഡല്ലേ. പള്ളിയിലൊക്കെ ഫുഡാ. ഔത്തേ പള്ളികള് ഫുഡാ. പെരുന്നാളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. പെരുന്നാൾ അപ്പോൾ മിമ്പർമലൊക്കെ അല്ല, അത് പ്രധാനമാവൂലേ? ചിലവർക്ക് അത് പ്രധാനമാവില്ല. നമ്മളെന്ത് ചെയ്യണം? മിമ്പർമലൊക്കെ ഇമാമ നിൽക്കുന്ന ആളല്ലേ മാതൃകയാവണ്ടേ? സന്തോഷിക്കാനല്ല പറഞ്ഞിട്ടുണ്ട്. മിമ്പർമ തന്നെ എല്ലാവരും ഓരോ അലുവങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഓരോന്ന് കൈപിടിച്ചോളി ബിസ്മില്ല. ഇങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വിശപ്പ്, ഭക്ഷണം കഴിക്കാതിരിക്കൽ സങ്കടമാണ്, അതിൽ സുഖമില്ല എന്ന് പറഞ്ഞാൽ, മോനെ പെരുന്നാൾ സന്തോഷമല്ലേ? പെരുന്നാളിന് സന്തോഷിക്കണോ? പെരുന്നാളിന് സന്തോഷിക്കണം. പെരുന്നാളിന്റെ ഏറ്റവും വലിയ അമലേതാ? പെരുന്നാൾ നിസ്കാരം.
അതിലെന്താ സംശയം? പെരുന്നാൾ നിസ്കാരം തന്നെ ഏറ്റവും വലിയ അമല്. അത് സന്തോഷിക്കാൻ വേണ്ടിയാണോ? തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ഫുഡ് അടിച്ചാല് അതിപ്പോ നിസ്കാരത്തിൽ ആരെയും ഫുഡ് അടിക്കുക? അതാണ്. അപ്പൊ ഏറ്റവും സന്തോഷിക്കണ ഒരു നിസ്കാരം അല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. ശരി, ഞാൻ പറഞ്ഞത് നിസ്കാരത്തിലാണോ ഫുഡ് അടിക്കുന്നത് വേറെ കാര്യം. നമ്മളെ വിഷയം പെരുന്നാളിന് സന്തോഷിക്കണം. സന്തോഷിക്കാൻ പറഞ്ഞ പെരുന്നാളിന് ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ്. ഏറ്റവും വലിയ ആഘോഷം പെരുന്നാളിന് പെരുന്നാൾ നിസ്കാരമാണ്. ആ പെരുന്നാൾ നിസ്കാരം സന്തോഷിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ്. അതിലൊരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റൂല, ഒരു രക്ഷയില്ല. പിന്നെ വേറൊന്ന്, നോമ്പിന് നമുക്ക് വിശക്കുണ്ട് എന്ന് ആരോടെങ്കിലും പറയാം, നിസ്കാരത്തിൽ അതും പറ്റൂല. നോമ്പിന് വിശക്കുണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയും മണ്ട എവിടേക്കെങ്കിലുമൊക്കെ പിന്നെ കള്ളാ വീട്ടിയാൽ പോരെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ, എവിടേക്കെങ്കിലും പോകാൻ, അല്ലെങ്കിൽ ഭക്ഷണം നോക്കിക്കുക, അല്ലെങ്കിൽ അവിടെ വർത്താനം പറയാം. ഇത് നിസ്കാരത്തിൽ അനങ്ങാനും പറ്റൂല, തിന്നാനും പറ്റൂല എന്ന് ആലോചിക്കാൻ. എന്നിട്ട് സന്തോഷിക്കണ കോലപ്പം മൂപ്പര് പറഞ്ഞത് അല്ലാഹു അക്ബർ. ഭക്ഷണമില്ല, മുട്ടായി ഇല്ല, ഒരു കടലില്ല, ഒന്നുമില്ല. എന്നാലോ മിണ്ടാനും വേറെ ഒന്നും വർത്താനം പറയാൻ പറ്റൂല. ഇത് ആഘോഷത്തിന്റെ ഭാഗമായി മുത്തുനബി പഠിപ്പിച്ചതാണെങ്കിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, എല്ലാവരും സല്ലം സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഉണരാനാട്ടോ, ഒന്ന് ഉണരാനാണ്. നോമ്പ് നോൽക്കാൻ പറഞ്ഞത്, ഇനി അതിൽ വിഷയം മാറ്റാനല്ല ഞാൻ സംസാരിച്ചത്. ഇതെല്ലാവരും കൂടി ഇങ്ങനെ നോമ്പ് നോൽക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ സന്തോഷിക്കാൻ പാടില്ലല്ലോ എന്ന് വല്ലാതെ അതിമ്പോൾ സൈക്കിൾ എടുത്ത് കൂടുന്ന സമയത്ത് സാധാരണക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് ഫലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇതേ ശൈലിയിൽ ഞാൻ പ്രതികരിച്ചത്. അത് നിങ്ങൾക്കൊക്കെ കിതാബൊന്നും ഇല്ലാതെ തന്നെ ഇത് മൗലവി പറഞ്ഞത് ഏതായാലും അത് ശരിയാണ്. മിമ്പറുമെന്നും ഔത്തപ്പള്ളിക്കൊന്നും ഏതായാലും ഫുഡ് അടിക്കൽ പെരുന്നാളിനില്ല. പക്ഷെ ഔത്തപ്പള്ളിയിൽ സന്തോഷമുണ്ട്, മിമ്പറുമ്പൽ സന്തോഷമുണ്ട്. കൈകെട്ടിയെന്നത് സന്തോഷത്തിൻ്റെ ഭാഗമാണ്. സന്തോഷിക്കുന്നത് തന്നെ നിസ്കരിക്കാൻ പള്ളിക്ക് പോയി എല്ലാവരും തക്ബീർ ചൊല്ലി നിസ്കരിച്ചിട്ടുമാണ് സന്തോഷിക്കുന്നതും. അപ്പം സന്തോഷം ഒരു ഇബാദത്തുമായി കണക്ട് ചെയ്യുന്നു. ജുഇലത്ത് ഖുറത്തു ഐനി ഫി സ്വലാ, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് നിസ്കാരത്തിലാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പം സത്യത്തിൽ നോമ്പ് നോൽക്കാൻ, ഞാൻ ജനിച്ച ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത് നോമ്പ് നോൽക്കണം, ടെൻഷൻ ആവണം എന്ന് പറഞ്ഞ പോലെ തോന്നിപ്പോവും. നോമ്പ് നോറ്റ് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കണം എന്നാണ് ആ പറഞ്ഞത്. നോമ്പെന്ന് പറയുന്ന ഒരു ഇബാദത്ത് കൊണ്ട് പടച്ച റബ്ബിന് നിങ്ങൾ നന്ദി ചെയ്യണം. എന്തുകൊണ്ട്? ഏറ്റവും വലിയ അനുഗ്രഹമായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? അതിന് പടച്ച റബ്ബിന് നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു നന്ദി ചെയ്യണ്ടേ? ആ നന്ദി ചെയ്യാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന് നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് കൊണ്ട് നന്ദി ചെയ്യുക. ആ ഇബാദത്തിൽ എന്ന് പറയപ്പെട്ട ആ നോമ്പ് നോറ്റവന് ഞാൻ തന്നെ എന്നെ തന്നെ കാണാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞ അത്രയും പവറുള്ള നോമ്പ് എന്റെയും ബൈനി വബൈന അബ്ദി അങ്ങനെ പ്രഖ്യാപിച്ച ആ രഹസ്യമായ റബ്ബിന്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമായ നോമ്പ് കൊണ്ട് നിങ്ങൾ നന്ദി ചെയ്യണം എന്ന് പറഞ്ഞതാണ്. ഈ തുആം എന്നതും ഒരു ഇബാദത്താണ്. അതുകൊണ്ട് നന്ദി ചെയ്യാം, നിസ്കരിച്ചു നന്ദി ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വതക്ക ചെയ്ത് മദ്ഹ് പാടി നന്ദി ചെയ്യാം. നന്ദി ചെയ്യാനുള്ളൊരു അടയാളം മാത്രമാണെന്നത് ഇമാം സുയൂത്തി ഇതേ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് നോമ്പിനെ ഒരു ഉദാഹരണമായി, ഒരു നന്ദി ചെയ്യാൻ വേണ്ടി ഒരു അമലായി കണ്ടതാണ്. അമൽ നോമ്പല്ലാത്തതും ഉണ്ട് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്.